നിങ്ങൾ സൗത്ത് ഏഷ്യയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ആ വളഞ്ഞു പുളഞ്ഞ അതിർത്തിയിലൂടെ വിരലൊടിച്ചാൽ നിങ്ങൾ കാണുന്നത് വെറുമൊരു ബോർഡർ മാത്രമല്ല, നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇന്നും ഉണങ്ങാത്ത ഒരു മുറിവാണത്. ഇന്ന് ആ പഴയ മുറിവിൽ നിന്ന് വീണ്ടും ചോരയൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് രണ്ട് ഭാഗത്തു നിന്നും യുദ്ധം എന്ന വാക്ക് പരസ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. കാബൂള്, കാണ്ഡഹാർ പോലെയുള്ള അഫ്ഗാൻ നഗരങ്ങളിൽ പാകിസ്ഥാൻ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. കാബൂളിലെ താലിബാൻ സർക്കാർ അതിർത്തിയിൽ തിരിച്ചും ആക്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട്, TTP അഥവാ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും TTP എങ്ങനെയാണ് ഈ ഒരു യുദ്ധാവസ്ഥയിൽ എത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം. 1893 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് മോർട്ടിമർ ഡ്യൂറൻസ് എന്ന പേരുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അഫ്ഗാൻ ഭരണാധികാരിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ഖാനോടൊപ്പം ഇരുന്ന് മാപ്പിൽ ഒരു വര വരച്ചു. ഡ്യൂറൻ ലൈൻ എന്നറിയപ്പെടുന്ന ആ വര പഷ്തൂൺ ഗോത്ര മേഖലകളെ രണ്ടായിട്ട് കീറി മുറിച്ചു. നൂറ്റാണ്ടുകളായിട്ട് ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഗ്രാമങ്ങളും കുടുംബങ്ങളും ഗോത്രങ്ങളും പെട്ടെന്ന് രണ്ട് ഭാഗത്തായി. ഒരു വശത്ത് ബ്രിട്ടീഷ് ഇന്ത്യ, മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ. റഷ്യൻ സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു സുരക്ഷാ മതിലായാണ് ബ്രിട്ടീഷുകാർ ഇതിനെ കണ്ടത്. എന്നാൽ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് അത് അവരുടെ ഐഡൻറ്റിറ്റിയും ചരിത്രവും ഇല്ലാതാക്കിയിട്ടുള്ള വെറും ഒരു കൃത്രിമ വരയായിരുന്നു. 1947 പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ അവർക്ക് ഈ അതിർത്തി അതുപോലെ തന്നെ കിട്ടി. പക്ഷേ പല അഫ്ഗാനികളും ഇത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഡ്യൂറൻ ലൈനെ ചൊല്ലിയുള്ള ആ ഒരു തർക്കം എപ്പോഴും ഒരു അവിശ്വാസം ഉണ്ടാക്കിയിരുന്നു. ഇന്നത്തെ ഈ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള കാരണവും അത് തന്നെയാണ്. ഇനി 1979 വരാം. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇരച്ചു കയറി. പിന്നീട് നടന്നത് 10 വർഷത്തോളം നീണ്ട ഒരു ജിഹാദാണ്. അമേരിക്കയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും കിട്ടിയ പണവും ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായിട്ടുള്ള ISI അഫ്ഗാൻ മുജാഹിദീൻ പോരാളികളെ സംഘടിപ്പിക്കാനും പരിശീലിപ്പിക്കാനും സഹായിച്ചു. ആ മുജാഹിദീനുകൾ സോവിയറ്റ് സൈന്യത്തോട് പോരാടി. അവസാനം അവരെ അവിടെ നിന്ന് തുരത്തി. ആ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം 1990-കളിലെ അഫ്ഗാനിസ്ഥാനിൽ പുതിയൊരു ശക്തി ഉയർന്നു വന്നു. അതാണ് താലിബാൻ. പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം താലിബാൻ ഭരിക്കുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ അവർക്കൊരു വലിയ നേട്ടമായിരുന്നു. അവർ അതിനെ സ്ട്രാറ്റജിക് ഡെത്ത് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങളുള്ളപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സുഹൃത്ത് രാഷ്ട്രം. പക്ഷേ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അഫ്ഗാൻ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ സമയത്ത് പാകിസ്ഥാനുള്ളിൽ തന്നെ മറ്റൊരു താലിബാൻ ഗ്രൂപ്പ് പതുക്കെ വളർന്നു വരുന്നുണ്ടായിരുന്നു. അതായിരുന്നു തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ, അതായത് TTP. ആശയപരമായി അവർ അഫ്ഗാൻ താലിബാനോട് വളരെ അടുത്ത് നിൽക്കുന്നവരായിരുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അതുപോലെ തീവ്രമായിരുന്നു. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള അതേ പഷ്തൂൺ ഗോത്ര മേഖലകളിൽ നിന്നുള്ളവരായിരുന്നു അവരുടെ പോരാളികളിൽ പലരും. പക്ഷേ അവരുടെ പ്രധാന ശത്രു സോവിയറ്റ് യൂണിയനോ അമേരിക്കയോ ആയിരുന്നില്ല. അവരുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാൻ ഭരണകൂടം തന്നെയായിരുന്നു. 2000 ആണ്ടിലും 2010-കളിലും പാകിസ്ഥാനിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിലൊന്നായിട്ട് TTP മാറി. അവർ പാകിസ്ഥാൻ പട്ടാളക്കാരെയും പോലീസിനെയും ആക്രമിക്കാൻ തുടങ്ങി. മാർക്കറ്റുകളിലും പള്ളികളിലും എന്തിന് സ്കൂളുകളിൽ വരെ അവർ ബോംബ് വെച്ചു. 2014 പെഷാവാറിലെ ആർമി പബ്ലിക് സ്കൂളിൽ നടന്ന ആക്രമണം അതിലൊന്നായിരുന്നു. 100-ലധികം കുട്ടികളാണ് അവിടെ കൊല്ലപ്പെട്ടത്. കാലക്രമേണ ആയിരക്കണക്കിന് സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയുമാണ് TTP കൊന്നൊടുക്കിയത്. സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാനികൾക്ക്, പ്രത്യേകിച്ച് ഖൈബർ പക്തുൻഖയിലും മറ്റു ഗോത്ര മേഖലകളിലും ഉള്ളവർക്ക് TTP കാരണം ഓരോ ദിവസവും ഭയത്തോടെയാണ് ജീവിക്കേണ്ടി വന്നത്. ഇനി അവിടുത്തെ ഭൂപ്രകൃതി എടുത്തു കഴിഞ്ഞാൽ ഡ്യൂറൻ ലൈനോട് ചേർന്ന് കിടക്കുന്ന വലിയ മലകളും ആഴമുള്ള താഴ്വരകളും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളുമാണ്. അതിർത്തിയുടെ രണ്ട് വശത്തുമുള്ളത് ഒരേ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവരാണ്. കൃത്യമായ അതിർത്തി ചെക്കിംഗ് പോയിന്റുകൾ അവിടെ വളരെ കുറവാണ്. മാത്രമല്ല, ഈ ബോർഡർ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുക എന്നത് ഒട്ടും എളുപ്പവുമല്ല. ഏതൊരു തീവ്രവാദ ഗ്രൂപ്പിനും ഒളിച്ചിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണിത്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം വരുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ സാധിക്കും.
അഫ്ഗാൻ ഭാഗത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അവർക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്കും വരാം. ഇങ്ങനെ ആർക്കും കടക്കാവുന്ന ഈ അതിർത്തി TTP, ISIS-K പോലെയുള്ള ഗ്രൂപ്പുകളുടെ ഒരു സുരക്ഷിത താവളമായിട്ട് മാറി. 2001 അമേരിക്കൻ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കയറുകയും കാബൂളിലെ താലിബാൻ സർക്കാരിനെ താഴെയിറക്കുകയും ചെയ്തു. ഒട്ടേറെ താലിബാൻ നേതാക്കളും പോരാളികളും അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് ഒളിച്ചോടി. അതേസമയം തീവ്രവാദ ഗ്രൂപ്പുകളെ ഒതുക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാന് വലിയ പ്രഷർ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അവിടെ ഒരു ഡബിൾ ഗെയിം കളിക്കാനാണ് നോക്കിയത്. ചില കാര്യങ്ങളിൽ അമേരിക്ക സഹായിക്കും, എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ അവർക്ക് വേണ്ടപ്പെട്ട ചില ഗ്രൂപ്പുകളെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ഒരു കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിനുള്ളിൽ TTP കൂടുതൽ കരുത്തരായിട്ട് മാറിയത്. പാകിസ്ഥാൻ പട്ടാളം ഗോത്ര മേഖലകളിൽ ആക്രമണം നടത്തുമ്പോഴൊക്കെ ഈ പോരാളികൾ അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് രക്ഷപ്പെടും. ഈ സ്ഥലങ്ങളെയാണ് പാകിസ്ഥാൻ ഇന്ന് TTPയുടെ തീവ്രവാദികളുടെ സുരക്ഷിത താവളങ്ങൾ എന്ന് വിളിക്കുന്നത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ പാകിസ്ഥാനിലെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ TTPയെ തുരുത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയില്ല. ആ ഗ്രൂപ്പ് പലതായിട്ട് പിരിഞ്ഞു, പിന്നീട് വീണ്ടും ഒന്നിച്ചു. കുറച്ചു കാലം യാതൊരു അനക്കവുമില്ലാതെ ഇരുന്നിട്ട് അവർ വീണ്ടും തിരിച്ചു വരും. ഈ സമയത്തൊക്കെ ഒരു കാര്യം സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ പട്ടാളം ആക്രമണം ശക്തമാക്കുമ്പോൾ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കും. കാബൂളിൽ ആര് ഭരിച്ചാലും, അത് അമേരിക്കയുടെ പിന്തുണയുള്ള സർക്കാരായാലും പിന്നീട് വന്ന താലിബാനായാലും, ഈ തീവ്രവാദ താവളങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് പാകിസ്ഥാൻ എപ്പോഴും ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും കാബൂൾ അതിന് തയ്യാറായില്ല, അല്ലെങ്കിൽ അവർക്കതിന് കഴിഞ്ഞില്ല. ഈ പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത് 2021 അമേരിക്കയും നാറ്റോ സൈന്യവും അഫ്ഗാനിസ്ഥാൻ വിട്ടുപോവുകയും താലിബാൻ വീണ്ടും കാബൂൾ പിടിച്ചെടുക്കുകയും ചെയ്ത സമയം പാകിസ്ഥാൻ ജനറൽമാരെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ വിജയമായിട്ടാണ് ആദ്യം തോന്നിയത്. വർഷങ്ങളായിട്ട് അവർ പിന്തുണച്ചിരുന്ന അഫ്ഗാൻ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു. തങ്ങൾക്ക് അനുകൂലമായ ഒരു താലിബാൻ സർക്കാർ വരുമ്പോൾ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തി സുരക്ഷിതമാകുമെന്നും അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സ്വാധീനം ഇല്ലാതാക്കാമെന്നും എല്ലാറ്റിലുപരി TTPയെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും പാകിസ്ഥാൻ വിശ്വസിച്ചു. അമേരിക്കയും താലിബാനും തമ്മിൽ ഒപ്പുവെച്ച ദോഹ കരാറിലും ഒരു പ്രധാന ഉറപ്പുണ്ടായിരുന്നു: മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ അഫ്ഗാൻ മണ്ണ് ഒരു ഗ്രൂപ്പിനും ഉപയോഗിക്കാൻ കഴിയില്ല എന്നത്. പക്ഷേ കാര്യങ്ങൾ നടന്നത് അങ്ങനെയല്ല. TTP ഇല്ലാതാകുന്നതിന് പകരം കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. കാബൂളിൽ താലിബാൻ അധികാരത്തിൽ വന്നതോടെ അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കാൻ TTPക്ക് കൂടുതൽ എളുപ്പമായി. TTP നേതാക്കൾ അഫ്ഗാൻ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മാറിയെന്നാണ് പറയപ്പെടുന്നത്. അഫ്ഗാൻ ഭാഗത്തുള്ള ഗ്രാമങ്ങളും ക്യാമ്പുകളും അവർ സുരക്ഷിത താവളങ്ങളായിട്ടും പരിശീലന കേന്ദ്രങ്ങളായിട്ടും ഉപയോഗിച്ചു. അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്ന് ആക്രമണങ്ങൾ നടത്തുകയും തിരികെ അതിർത്തി കടന്ന് രക്ഷപ്പെടുകയും ചെയ്യും. 2021 ശേഷം പാകിസ്ഥാനിനുള്ളിൽ TTP നടത്തുന്ന ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വളരെ കൂടിയെന്നാണ് പാകിസ്ഥാനെയും അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി ഈ പ്രശ്നത്തെ രണ്ടു കൂട്ടരും എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു വലിയ ചതിയാണ്. അഫ്ഗാൻ താലിബാനെ ഇത്രയും കാലം നിലനിർത്താനും അവർക്ക് വീണ്ടും അധികാരം കിട്ടാനും സഹായിച്ചത് തങ്ങളാണെന്നും അതിന് പകരമായി അവർ TTPയെ ഇല്ലാതാക്കുമെന്നും പാകിസ്ഥാന് പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ആക്രമണങ്ങൾ കൂടുകയാണ്. അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ അതിർത്തിക്കപ്പുറം സുരക്ഷിതരായിട്ട് കഴിയുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഈ വിഷയം പലതവണ ഉന്നയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ TTP താവളങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് അവർ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടു. അഫ്ഗാൻ സർക്കാർ നടപടി എടുക്കുന്നില്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ അഫ്ഗാൻ താലിബാന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അവരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ശത്രുവല്ല TTP. പല TTP കമാൻഡർമാരും പണ്ട് അഫ്ഗാൻ താലിബാനൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തവരാണ്. ആശയപരമായിട്ട് അവർ സഹോദരങ്ങളെ പോലെയാണ്. ചിലരാകട്ടെ നേരിട്ട് ബന്ധുക്കളുമാണ്. അഫ്ഗാൻ താലിബാൻ TTPക്കെതിരെ തിരിഞ്ഞാൽ അത് താലിബാനുള്ളിൽ തന്നെ പിളർപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവരിലെ തീവ്ര ചിന്താഗതിക്കാർ ISIS-K പോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് പോയേക്കാം. ഈ മേഖലയിലെ ഏറ്റവും തീവ്രവാദികളായ ആളുകളെ ഒപ്പം കൂട്ടാൻ ISIS-K ഇപ്പോൾ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് TTPയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതിന് പകരം പ്രശ്നം പരിഹരിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ റോൾ എടുക്കാനാണ് താലിബാൻ സർക്കാർ ശ്രമിച്ചത്. അവരെ നേരിട്ട് ആക്രമിക്കാതെ പാകിസ്ഥാനും TTPക്കും ഇടയിൽ ചർച്ചകൾ നടത്താനും വെടിനിർത്തലിനും ഒത്തുതീർപ്പുകൾക്കുമാണ് താലിബാൻ ശ്രമിച്ചത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്.
TTPയെ ഇല്ലാതാക്കിയിട്ട് തങ്ങൾക്ക് കൈമാറണം എന്നാണ് പാകിസ്ഥാൻ്റെ ആവശ്യം. എന്നാൽ ആയുധം താഴെ വെക്കാൻ തയ്യാറാകാത്ത TTP പാകിസ്ഥാനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അഫ്ഗാൻ താലിബാനാകട്ടെ ഇതിനിടയിൽ നിന്നിട്ട് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് TTP ഇപ്പോഴും അവിടെ സജീവമായിട്ട് നിലനിൽക്കുന്നു. പാകിസ്ഥാനും കാബൂളും തമ്മിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യുന്നു. പഴയ ഡ്യൂറൻഡ് ലൈൻ പ്രശ്നത്തിന് പുറമെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ അതിർത്തിയെ ഒരു സ്ഥിരമായ അന്താരാഷ്ട്ര അതിർത്തിയായിട്ട് അംഗീകരിക്കില്ല എന്ന് അഫ്ഗാൻ താലിബാന് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിൽ വേലി കെട്ടാനോ പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കാനോ ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അഫ്ഗാൻ സൈന്യവും അവിടുത്തെ നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്ത് വരികയും ചിലപ്പോൾ അതിർത്തിയിലെ നിർമ്മാണങ്ങൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനികൾ ഒരു അനീതിയായിട്ട് കാണുന്ന ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ പലതവണ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ TTP കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്കിലെടുത്ത് നോക്കിയാൽ ഖൈബർ പഖ്തൂൺഖയിലും പാകിസ്ഥാൻ്റെ മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും തീവ്രവാദി ആക്രമണങ്ങൾ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. ഇതിൽ പലതും TTP ചെയ്തതാണെന്ന് അവർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. ചാവർ ആക്രമണങ്ങൾ, റോഡരികിലെ ബോംബ് സ്ഫോടനങ്ങൾ, പോലീസിനും സൈന്യത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ ആക്രമണവും പാകിസ്ഥാനുള്ളിൽ വലിയ സമ്മർദ്ദങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. സൈന്യത്തിന് ജനങ്ങളുടെ കടുത്ത ദേഷ്യം നേരിടേണ്ടി വരുന്നു. രാഷ്ട്രീയക്കാരെ ദുർബലരാണെന്ന് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. അഫ്ഗാൻ മണ്ണിൽ നിന്ന് വരുന്ന തീവ്രവാദികൾ കാരണം നമ്മുടെ സൈനികന് മരിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അതിർത്തി കടന്ന് തിരിച്ചടിക്കുന്നില്ല എന്നാണ് അവിടുത്തെ മീഡിയകൾ നിരന്തരം ചോദിക്കുന്നത്. കൃത്യമായി ഇതേ രീതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ കൂടിയെന്ന് പറഞ്ഞ് 2026 ഫെബ്രുവരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയോട് ചേർന്നുള്ള അഫ്ഗാൻ പ്രദേശങ്ങളിലെ തീവ്രവാദ താവളങ്ങൾ വ്യോമാക്രമണം നടത്തിയതായിട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. TTPയെയും അവരുടെ കൂടെയുള്ളവരെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് ഇതെന്ന് പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. എന്നാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് അഫ്ഗാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു തീവ്രവാദ വിരുദ്ധ വേട്ടയായിരുന്നില്ല, മറിച്ച് അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. അതിന് മറുപടിയായിട്ട് അവർ പാകിസ്ഥാൻ്റെ ബോർഡർ പോസ്റ്റുകൾ ആക്രമിച്ചു. അതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ്റെ ബോംബുകൾ അതിർത്തി ഗ്രാമങ്ങളിൽ മാത്രമല്ല കാബൂൾ ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലും വീഴാൻ തുടങ്ങി. ഈ പ്രശ്നങ്ങളിലെല്ലാം TTP എങ്ങനെയാണ് നടുവിൽ നിൽക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പാകിസ്ഥാനിനുള്ളിൽ TTP ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്തിയില്ലായിരുന്നെങ്കിൽ മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളും ഉപയോഗിച്ച് അതിർത്തി കടക്കാൻ പാകിസ്ഥാന് ഒരു കാരണവും ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ TTP ഇല്ലായിരുന്നെങ്കിൽ ഡ്യൂറൻഡ് ലൈനെയും അതിർത്തിയിലെ വേലിയും ചൊല്ലി കാബൂളും ഇസ്ലാമാബാദും തമ്മിലെ തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിലും അതൊരിക്കലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധമായിട്ട് മാറുമായിരുന്നില്ല. TTP പാകിസ്ഥാനെ മാത്രമല്ല ആക്രമിക്കുന്നത്, ആ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ചെറിയ വിശ്വാസത്തെ കൂടിയാണ് അവർ ഇല്ലാതാക്കുന്നത്. ഇതേ സമയം തങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു യുദ്ധത്തിന് അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. TTP ക്യാമ്പുകളാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ബോംബിടുമ്പോൾ പലപ്പോഴും അത് വീഴുന്നത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ്. അഫ്ഗാൻ സൈന്യം തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനിലെ സാധാരണക്കാർക്കും പട്ടാളക്കാർക്കും അത് ഭീഷണിയാകുന്നു. പാകിസ്ഥാനുള്ളിൽ സർക്കാരിനെതിരെ തുടങ്ങിയ ഒരു ചെറിയ ഗ്രൂപ്പ് ഇന്ന് പരോക്ഷമായിട്ട് രണ്ട് വലിയ രാജ്യങ്ങളെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് ഇതിനും വലിയൊരു മുഖം കൂടിയുണ്ട്. പാകിസ്ഥാനിൽ ചൈന വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ചിട്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി. ഇതിൽ പല പ്രൊജക്റ്റുകൾക്കും നേരെ ഇതിനകം തന്നെ TTPയുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ ഈ പ്രശ്നങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന ഭയത്തിലാണ് ഇറാനും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും, എന്തിന് റഷ്യ പോലും. അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സൈനിക സാന്നിധ്യം ഇല്ലെങ്കിലും TTP, ISIS-K പോലെയുള്ള ഗ്രൂപ്പുകൾ വളരുന്നത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാകുമോ എന്ന ആശങ്ക അവർക്കുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ TTP വെറും ഒരു പാകിസ്ഥാന് മാത്രം പ്രശ്നമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വിഷയം മാത്രമല്ല, അതൊരു അന്താരാഷ്ട്ര സുരക്ഷാ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ അഫ്ഗാൻ യുദ്ധത്തിന് TTP എങ്ങനെ കാരണമായി എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ചരിത്രപരമായിട്ട് നോക്കിയാൽ ഒരു ജനതയെ രണ്ട് രാജ്യങ്ങളാക്കി മാറ്റിയ ഒരു പഴയ അതിർത്തിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. തന്ത്രപരമായിട്ട് നോക്കുമ്പോൾ വർഷങ്ങളോളം നീണ്ട നിഴൽ യുദ്ധങ്ങളും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദി ഗ്രൂപ്പുകളെ സഹായിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ച സ്ട്രാറ്റജിക് ഡെപ്ത് എന്ന ആശയമാണ് ഇതിന് കാരണം.
രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ തങ്ങളോട് മാനസികമായി അടുപ്പമുള്ള ഈ ഗ്രൂപ്പുകളെ പൂർണ്ണമായും തള്ളിപ്പറയാൻ അഫ്ഗാൻ താലിബാന് കഴിയാത്തത്, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാവാത്തതാണ് ഇതിന് കാരണം. ഇനി പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഒരു രാജ്യത്ത് ഒളിച്ചിരുന്നു കൊണ്ട് ഈ അതിർത്തി വഴി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ കഥയാണിത്. ആ അതിർത്തി കടന്നു പോകുന്ന ഒരു നിഴൽ പോലെയാണ് TTP. പാകിസ്ഥാൻ സൈന്യം അവർക്കെതിരെ തിരിയുമ്പോഴൊക്കെ ആ നിഴൽ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറും. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാബൂളിനോട് ആവശ്യപ്പെടുമ്പോഴൊക്കെ തങ്ങളുടെ ആശയങ്ങളും കൂറും നിലനിൽപ്പുമെല്ലാം ഓർത്ത് താലിബാൻ നേതൃത്വം മടിച്ചു നിൽക്കും. ആ മടിച്ചു നിൽക്കൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും നയതന്ത്രം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഫൈറ്റർ ജെറ്റുകൾ ആകാശത്ത് പറക്കുന്നത്. അതുകൊണ്ടാണ് കാബൂളിൽ ബോംബുകൾ വീഴുന്നത്. അതുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും ഇന്ന് യുദ്ധം എന്ന വാക്കുപയോഗിക്കുന്നത്. ഈ ഒരു കോണിലൂടെ നോക്കിയാൽ TTP വെറും ഒരു തീവ്രവാദ സംഘടന മാത്രമല്ല എന്ന് മനസ്സിലാക്കും. ഇസ്ലാമാബാദിനും കാബൂളിനും ഇടയിലുള്ള പ്രധാന പ്രശ്നം അവരാണ്. ഈ യുദ്ധത്തിൻ്റെ കാരണവും ഒഴിവ് കഴിവും ഒരിക്കലും തീരാത്ത പ്രശ്നവുമൊക്കെ അവർ തന്നെയാണ്. രണ്ട് രാജ്യങ്ങൾക്കും ഒരുമിച്ച് നിന്ന് TTPയെ നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ദോഹയിലോ ബീജിങ്ങിലോ എവിടെ വെച്ച് സമാധാന ചർച്ചകൾ നടത്തിയാലും എത്ര തവണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല.